ഇന്നൊരു വാട്ട എയ്റ്റിൻ്റെ ഡേ ആവാട്ടോ. ഞാൻ ഇന്നലെ നൈറ്റ് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ നൈറ്റ് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇത് ഇന്നലത്തെയാണ്. ആക്ച്വലി രാവിലെ അപ്പവും ചിക്കൻ കറിയായിരുന്നു. ഞാൻ അപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി അടിപൊളിയാവും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാക്കും. ഇങ്ങനെയാവാറാ പതിവ്. അത് കഴിഞ്ഞപ്പോൾ ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് കഴിച്ചു. ഇത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബെറീസ് ഉണ്ടായിരുന്നു. ബെറീസ് എൻ്റെ ഫേവറേറ്റ് ആണ് എപ്പോഴും. പക്ഷേ എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് റീസണബിൾ പ്രൈസിൽ അത്യാവശ്യം ഓഫറിലൊക്കെ കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ബെറി വാങ്ങിക്കാറ്. പിന്നെ ഉച്ചയായപ്പോൾ ഊണ് കഴിച്ചു. സാമ്പാറുണ്ടായിരുന്നു, മുതിര ഉണ്ടായിരുന്നു, കൊത്തമര തോരനുണ്ടായിരുന്നു, പാവയ്ക്ക വറുത്തതും പിന്നെ മീൻ വറുത്തതുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കറിയൊന്നും കണ്ടിട്ട് ആർക്കൊന്നും തോന്നണ്ട കേട്ടോ. ചിലപ്പോൾ 2 ദിവസത്തെ മുന്നത്തെയൊക്കെ കറികൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. കാരണം ഞാനും തത്തും മാത്രമാണ് ഇവിടെ ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ എന്തോരം കഴിക്കാനാ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ 2, 3 ദിവസത്തേക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ചൂടാക്കി മാറ്റി മാറ്റി എടുക്കാറുണ്ട്. ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ചിലപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു ഐസ്ക്രീം കിട്ടി കേട്ടോ. അത് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐസ്ക്രീം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബിസ്ക്കറ്റ് പോലെയൊക്കെ. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരുന്നു. പക്ഷെ കഴിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം നമ്മളൊരു ഭാഗത്ത് കടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തെ ക്രീം ഐസ്ക്രീം എല്ലാം പുറത്തോട്ട് വരുമായിരുന്നു. പിന്നെ ഒരു 3:30, 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പാൽ ചായയിൽ റസ്ക് മുക്കി, മിൽക്ക് റസ്ക്കാണ് എൻ്റെ ഫേവറേറ്റ്, അത് മുക്കി കഴിച്ചു. പിന്നെ വൈകിട്ടത്തെ ഊണ് ഞാൻ മോരുകറി പുതുതായിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞണ്ടിൻ്റെ കണ്ടോ കാല് മാത്രമേ ഉള്ളൂ, കാരണം അത് ഒരു ദിവസം മുന്നത്തെയാണ്. അപ്പം ഞാനത് ചൂടാക്കി അതെടുത്തു. പിന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെക്കഡാമിയ നട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പൊളിച്ച് കഴിച്ചു. ഇതിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളാരൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട്? ഞാൻ ഫസ്റ്റ് ടൈമാണത് കഴിക്കുന്നത്. ഞാനത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് കാഷ്യൂ നട്ടിൻ്റെ ബിസ്തര അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും കൊള്ളാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ.